വളരെ ശാന്തമായിട്ടുള്ള ഒരു മരുഭൂമിയിലെ ടൗണിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അതേ വർഷത്തിൽ തന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കോൺസ്പിറസി തിയറി സ്റ്റാർട്ട് ചെയ്തു. ഏലിയൻസിന്റെ UFOന്റെ പുറകെ പോകുന്നവർക്ക് റോസ്വെൽ എന്ന് പറഞ്ഞ പേര് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒഫീഷ്യൽസ് പറയുന്ന പോലെ അന്ന് അവർ കണ്ടത് വെറും ഒരു വെതർ ബലൂണിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണോ, അതോ നാട്ടുകാരും ഒരുപാട് ഐ വിറ്റ്നസസും പറയുന്ന പോലെ എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണോ ശരിക്കും അവിടെ വെച്ച് നടന്നത്? ഇതെല്ലാം ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. മാക് ബ്രാസൽ, അവിടുത്തെ ഒരു ലോക്കൽ റേഞ്ചർ ആണ് ഇദ്ദേഹം. പതിവ് പോലെ അദ്ദേഹത്തിന്റെ ഷീപ്പുകളെ നോക്കുന്നതിനിടയ്ക്കാണ് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ ഒരു ഡിസ്കവറി അദ്ദേഹം കാണുന്നത്. ഒരുപാട് ഏരിയയിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന എന്തോ മെറ്റീരിയൽസ്, അത് എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെയായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ എന്തോ ഒരു സംഭവം വന്ന് വീണതാന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ് ഇൻസ്പെക്ഷൻ ഇദ്ദേഹം നടത്തി. മനുഷ്യർ ഇതുവരെ ഡിസ്കവർ ചെയ്യാത്ത വളരെയധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റൽ ആണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതും ഈ മെറ്റലിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മെറ്റൽ ഇങ്ങനെ ക്രംബിൾ ചെയ്യാന്ന് വെച്ചോ, ഇങ്ങനെ ചുരുട്ടി കൂട്ടാന്ന് വെച്ചോ, കൈ വിട്ട ഉടനെ തന്നെ അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ മാറും. അന്ന് വരെ മനുഷ്യര് കാണാത്ത വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടി തന്നെയായിരുന്നു അത്. അതോടൊപ്പം തന്നെ വളരെ ഓഡായിട്ടുള്ള ഹൈറോഗ്ലിഫിക് ടെക്സ്റ്റുകളും ഈ പറയുന്ന ഈ ഡെബ്രീസിലും ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാക് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, തൊട്ടടുത്തുള്ള അതോറിറ്റീസിനെ ഈ കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റോസ്വെൽ എയർഫീൽഡ് ആർമിയിലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു. അന്ന് അവിടെ ഇൻവെസ്റ്റിഗേഷൻ എത്തിയ ഒരു ഒഫീഷ്യൽസിൽ ഒരാളായിരുന്നു ജെസി മാർക്കൽ. റോസ്വെൽ ആർമിയിലത്തെ ഒരു മേജറും അവിടുത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള മെറ്റലിന്റെ ആ ഒരു ബിഹേവിയറിന് കാരണം ഇത് മെറ്റൽ തന്നെയല്ല, ഇത് വെറും മണ്ണാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇത്രയും റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത് കണ്ടാൽ മെറ്റൽ പോലെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് അത് മെറ്റൽ അല്ല, അത് വെറും എർത്ത് ആണെന്നാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സംശയമൊന്നുമില്ലല്ലേ? അതോടൊപ്പം തന്നെ മിലിറ്ററി ഒരു പ്രസ് റിലീസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതായത് ഒരു ഫ്ലൈങ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൈങ് സോസർ അവർ റിക്കവറി ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എന്തായിരിക്കാം സംഭവിച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. മിലിറ്ററിയിലത്തെ ആൾക്കാർ തന്നെ പറയുകയാണ്, അതായത് ഒരു ഫ്ലൈങ് സോസർ അവരിങ്ങനെ റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അതായത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഫ്ലൈങ് സോസർ നമ്മുടെ റോസ്വെല്ലിൽ ക്രാഷ് ലാൻഡ് ചെയ്തതും അത് നമ്മുടെ മിലിറ്ററിക്ക് റിക്കവർ ചെയ്തെടുത്തു എന്നൊക്കെയായിരുന്നു ശരിക്കും ആ വാർത്ത നമ്മുടെ ലോകം മുഴുവൻ ഇങ്ങനെ സ്പ്രെഡായി എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. സംഭവം കയ്യിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ ഒഫീഷ്യൽസ് ഓടെ തന്നെ റിയാക്ട് ചെയ്തു. അതായത് ഇത് പറയുന്ന പോലെ ഒരു ഫ്ലൈങ് സോസറോ കാര്യങ്ങളോ ഒന്നല്ല, ഇത് ഒരു വെതർ ബലൂൺ മാത്രമായിരുന്നു. അതായത് വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള സോൾവിയറ്റിലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യാനുള്ള പ്രൊജക്ട് മൊഗുൾ എന്ന് പേരുള്ള ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗം മാത്രമായിരുന്നു ഇതെന്നും അതിന്റെ അവശിഷ്ടമാണ് അന്ന് അവിടെ റോസ്വെല്ലിൽ നിന്ന് കണ്ടുപിടിച്ചതെന്നാണ് ശരിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസ് റിലീസ് എന്ന് പറയുന്നത്. അതായത് ആദ്യം മിലിറ്ററി ഇതൊരു ഫ്ലൈങ് സോസർ ആണെന്ന് പറഞ്ഞു, പെട്ടെന്ന് തന്നെ അത് ഫ്ലൈങ് സോസർ മാറിയിട്ട് ഒരു വെതർ ബലൂൺ ആയിട്ട് മാറി. അപ്പോ ഈ ഒരു സഡൻ ചേഞ്ച് നമ്മുടെ ലോകമെമ്പാടും തന്നെ ഒരു കോൺസ്പിറസി തിയറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് റോസ്വെല്ലും UFO തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിലിറ്ററി ഈ ക്രാഷ് സൈറ്റിലത്തെ സംഭവങ്ങൾ റിക്കവർ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഐ വിറ്റ്നസസ് എന്ന് പറയുന്നത് ഒരു നോൺ ഹ്യൂമൻ ബോഡി അവരവിടുന്ന് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതും അത് അവർ ശരിക്കും കണ്ടു എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതായത് മനുഷ്യൻ്റെതല്ലാത്ത ശരീരാവശിഷ്ടങ്ങൾ അവരന്ന് കണ്ടു എന്നും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ സ്ട്രേഞ്ച്, വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ ആകാശത്തേക്കിനെ തെളിഞ്ഞു വരുന്നതായിട്ടും ഒരുപാട് ഐ വിറ്റ്നസസ് കണ്ടതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ റോസ്വെല്ല് ഒരു UFOയുടെ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു. ഏരിയ 51 എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു UFO കേന്ദ്രം തന്നെയാണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പലതരത്തിലുള്ള ടോപ്പ് സീക്രട്ട് എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഏരിയ 51 എന്ന് പറയുന്നത്. റോസ്വെൽ ഇൻസിഡന്റിന് ശേഷം ഒരുപാട് ആൾക്കാർ ഏരിയ 51മായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റിന്റെ ഇമ്പാക്ട് വളരെയധികം സിവിയർ ആയിരുന്നു. അതായത് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് ഇൻവെസ്റ്റിഗേഷനും ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒരു പോപ്പ് കൾച്ചർ തന്നെ, അതായത് റോസ്വെൽ എന്ന് പറയുന്നത് ഒരു UFOയുടെ കേന്ദ്രമാണ്, അതൊരു ഏലിയന്റെ ഒരു സ്ഥലമാണെന്ന് അടക്കം പറഞ്ഞ ഒരു വളരെയധികം ഒരു കൾച്ചർ തന്നെ ശരിക്കും ഈ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉത്തരം കിട്ടാണ്ട് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ 1994 US എയർഫോഴ്സ് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് റിലീസ് ചെയ്തു. പക്ഷെ അതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെതർ ബലൂൺ മാത്രമാണ്, നത്തിങ് അൺയൂഷ്വൽ എന്നാണ് ശരിക്കും അവരും പറയുന്നത്.
ഈ പറയുന്ന നോൺ ഹ്യൂമൻ ബോഡീസിനെ റിക്കവറി ചെയ്യുന്നത് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നതിനെ പറ്റിയിട്ട് ഇവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പാരഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡമ്മീസിനെ ശരിക്കും ഈ പറയുന്ന വെതർ ബലൂൺ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെയാണ് മിസ്ഐഡന്റിഫൈ ചെയ്ത് നോൺ ഹ്യൂമൻ ആണ്, ഏലിയൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ മിസ്ഐഡന്റിഫൈ ചെയ്തതായിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലോകമെമ്പാടുമുള്ള UFO എന്തൂസിയസ്റ്റ് ഒക്കെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വെതർ ബലൂൺ ഒന്നുമല്ല, ശരിക്കും ഗവൺമെന്റ് കവറപ്പ് ചെയ്യാൻ നോക്കുന്ന തരത്തിലാണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് അവിടെയുള്ള ഐ വിറ്റ്നസിന്റെ ടെസ്റ്റിമോണീസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സംഭവം വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ വളരെ അൺയൂഷ്വൽ ആയിട്ട് അവിടെ സംഭവിച്ചതായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരെ വിശ്വസിക്കുന്നത്. UAP are real. Advanced technologies not made by our government or any other government are monitoring sensitive military installations around the globe. Furthermore, the U.S. is in possession of UAP technologies, as are some of our adversaries. And since my reporting on this Immaculate Constellation last month, another source came forward who told me that they saw a roughly 13-minute-long, high-definition, full-color video of a white orb UAP coming out of the ocean approximately 20 miles off the coast of Kuwait. ഞാനിപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് മാത്രം എടുത്തൊരു വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് ഏലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള, UFO റിലേറ്റഡ് ആയിട്ടുള്ള, UAP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ വായ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ് കിട്ടി എന്നുള്ളതാണ് ശരിക്കും ഞാൻ ആ വീഡിയോയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ലോകമെമ്പാടും പലതരത്തിലുള്ള UFO എൻകൗണ്ടേഴ്സ്, UFO ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് സയന്റിഫിക് റെലവൻസ് ഇല്ല, അതിന് എവിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ അത് ഇപ്പോഴും തള്ളിക്കളയുന്നത്. ഇൻഫാക്ട് ഞാനും ഒരുപാട് ഇൻസിഡൻസ് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹിയറിങ്ങിന് ശേഷം ഓരോരോ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ അയഞ്ഞു വരുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു ഏലിയനോ ഒരു UFO അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി നമ്മുടെ ഭൂമിക്ക് അപ്പുറം ഒരു ഇന്റലിജൻസ് ഉണ്ടെന്നുള്ളതും അത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നാളായിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്ന ശരിക്കും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സക്സസ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ ഒറിജിൻ, അത് ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് നല്ലൊരു അപ്ഡേറ്റ് ഞാൻ ഇന്ന് ഫ്യൂച്ചറിൽ തരുന്നതായിരിക്കും. അതിങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതായിരിക്കും. UFOനെ പറ്റിയിട്ട് എൻ്റെ സ്റ്റഡീസിൽ നിന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് UFOയുടെ വീഡിയോസും UFO എൻകൗണ്ടേഴ്സും ഒക്കെ ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന UFO കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു എനർജി സോഴ്സിന്റെ അടുത്തായിരിക്കും കണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂക്ലിയർ സ്റ്റേഷന്റെ അടുത്ത് ഇങ്ങനെ കണ്ടുവരുന്ന ഒരുപാട് UFOനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. മിലിറ്ററി സ്ഥലത്ത് ഞാൻ കണ്ടുവരുന്ന ഒരുപാട് UFOനെ പറ്റി കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു എനർജി സംഭവങ്ങളായിട്ടുള്ള ഇടിമിന്നലിന്റെ അടുത്ത് കണ്ടുവരുന്നുണ്ട്, തണ്ടർ സ്റ്റോമിന്റെ അടുത്ത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു മീനിങ് എന്തായിരിക്കും? നമുക്കിപ്പോൾ അറിയാവുന്നതിൽ വെച്ച് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പവർ ചെയ്യണമെങ്കിൽ അതിനൊരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ലൈറ്റ് പവർ ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ കറന്റ്ലി ഡാമിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആക്കിയിട്ട് അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ശരിക്കും ഈ പറയുന്ന ലൈറ്റിന്റെ മുഖത്തേക്ക് അടിക്കാൻ പറ്റുന്നത്. അതായത് ഒരു എനർജിയുടെ ആവശ്യം നമുക്കുണ്ട്. അതുപോലെ തന്നെയായിരിക്കാം ഈ പറയുന്ന അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഈ നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനും വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എനർജി വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് നമുക്ക് ഇടിമിന്നലിന്റെ പവർ ഒന്നും ഒരിക്കലും ഹാർനസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള, ഇമ്പൾസീവ് ആയിട്ടുള്ള, വളരെ ഹൈ കറണ്ടായാണ് ശരിക്കും അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാനുള്ള ടെക്നിക്കോ അത് സ്റ്റോർ ചെയ്യാനോ അത് പിടിച്ചു നിർത്താനുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇപ്പില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഇവര് സമീപിക്കുന്നത് ഈ പറയുന്ന തണ്ടർ സ്റ്റോം ഇടിമിന്നലിനെ ആയിരിക്കാം. ഈ ഇടിമിന്നലിനുള്ള എനർജി ആയിരിക്കാം ശരിക്കും അവർ ഹാർനസ് ചെയ്യുന്നത്. അതിനുള്ള ടെക്നോളജി ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും വളരെ കോമൺ ആയിട്ട് ഈ തണ്ടർ സ്റ്റോമിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പോലെ UFO പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അതും നമ്മളിപ്പോൾ ഈ കാണുന്ന ഫ്ലൈയിങ് സോഴ്സസും കാര്യങ്ങളെല്ലാം വളരെയധികം നമ്മുടെ മനുഷ്യരേറ്റും എങ്ങനെ പോയാലും ഒരു 1000, 2000, 3000 വർഷങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം അവരുടെ ടെക്നോളജി, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടതിന് ശരിക്കും നമുക്ക് ഞെട്ടിപ്പോകും.
നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള എയറോഡൈനാമിക്സിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവർക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വിഷ്വൽ ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ഭൂമിയിലത്തെ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്ന ഒരു കോൺസ്റ്റന്റ് ലൈനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഒരു ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ അതിന്റെ പുറകെ കൂടെ ഒരു പുക പോലത്തെ ഒരു ലൈൻ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലത്തെ ഒരു ലൈനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. യൂഷ്വലി ഈ ലൈൻ ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഭൂമിയിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ജെറ്റാണ് ഈ ഇതേപോലെ പോകുന്നതെങ്കിലും ഇത്ര സമയം എടുക്കും നമ്മുടെ ഭൂമിയിലത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു പുക പോലത്തെ ഒരു ലൈനാണ്. അതും ഭൂമിയിലത്തെ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോൾ വരെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരിക്കലും ഒരു നാച്ചുറലി ഒക്കറിങ് ഇൻസിഡന്റ് അല്ല. ഇത് എന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആരോ ചെയ്തു വെച്ച ഒരു പണിയുടെ ഒരു ഭാഗം മാത്രമാണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ നമ്മുടെ ലോകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ്. അതിപ്പോ ദൈവത്തിന്റെ കാര്യമാണെങ്കിലും UFOയുടെ കാര്യമാണെങ്കിലും എന്തോ സംഭവം നമ്മുടെ ലോകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ വീഡിയോസിലൂടെ സയന്റിഫിക്കലി നമുക്ക് ഓരോ കാര്യങ്ങൾ തെളിയിക്കാൻ നോക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.